നമസ്കാരം തൃശ്ശൂർ ഗഡീസ്. എന്താണ് എമ്പുരാൻ സിനിമയുടെ ബുക്കിംഗ് ഇന്ന് കാലത്ത് 9 മണിക്ക് എല്ലാവരുടെയും ഓപ്പണായിരിക്കുകയാണ്. തൃശ്ശൂർ ഭാഗത്തിലൊക്കെ ഗംഭീര തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ടിക്കറ്റുകൾ കിട്ടാനില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ. എന്താണ്? എല്ലാവർക്കും നമസ്കാരം. എന്താ വെച്ചാൽ ബുക്കിംഗ് തുടങ്ങിയ സമയം മുതൽ ബുക്കിംഗ് ആപ്പുകളെല്ലാം നിശ്ചലായി പോയി. കാരണം ലിയോ എന്നൊരു പടവും KGF എന്ന പടത്തിന് മാത്രം നമ്മൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു അവസ്ഥ കണ്ടിട്ടുള്ളൂ. ഇന്ന് അതിനുപരിയായിട്ട് മലയാളം പടം എന്ന ലെവലിൽ എമ്പുരാനും എല്ലാം വേറെ പടം ഇറങ്ങിയിട്ടില്ല. കാരണം ആപ്പുകളെല്ലാം നിശ്ചലായി. ആൾക്കാർ വരെ പേടിച്ചിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടാനുള്ള ആവശ്യത്തിൽ ആൾക്കാർ തിക്കും തിരക്കും ബഹളമാണ്. രാഗത്തിൻ്റെ അവിടെയൊക്കെ വന്ന് വീഴ്ചകളും ഭയങ്കര ബഹളമായിട്ട് ആൾക്കാർ അപകടം വരെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ഇതിനു മുന്നേ പുഷ്പ എന്നൊക്കെ പറയുന്ന സിനിമയും ഇതുപോലെ തന്നെ ബുക്കിങ്ങിലൊക്കെ ഭയങ്കര റെക്കോർഡ് അടിച്ച ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടല്ലോ. അതെല്ലാം മാറ്റിമറിച്ചു എന്നാണ് പറയുന്നത് എമ്പുരാൻ. അത് എമ്പുരാന് വെല്ലാൻ ഒന്നുമില്ല. കാരണം മലയാളം പടത്തിൻ്റെ KGF വെല്ലാനും പുഷ്പനെ വെല്ലാനും വേണ്ടിയിട്ടാണ് മലയാളം പടം എമ്പുരാൻ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ. അതെല്ലാ എക്സ്ക്ലൂസീവ് ചാനലുകളും നമുക്ക് നോക്കി അറിയാൻ പറ്റും. കാരണം ഒരു നിശ്ചലമായ ആപ്പിലെടുത്ത് നോക്കി ഇന്നത്തെ ബുക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ അധികം എമ്പുരാണ്. കാരണം എമ്പുരാൻ ഇപ്പോൾ തന്നെ വിജയിച്ചു എന്നർത്ഥം. 200 കോടിക്ക് മുകളിലാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്രയും കോടി രൂപ തിയേറ്ററിൽ നിന്നും തന്നെ നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു സിനിമ എത്ര ദിവസം കളിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചുരുക്കം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറഞ്ഞ ഒരു കാര്യം വെച്ചാൽ ഇന്ന് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ടിക്കറ്റ് കഴിഞ്ഞു എന്നാണ് എക്സ്ക്ലൂസീവ് ന്യൂസ് വന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ ഇതിൽ വേറെ ഒന്നും പറയാനില്ല. വേൾഡ് വൈഡ് റിലീസാണ്. ടിക്കറ്റ് എല്ലാവിടെയും ഫുള്ളാണ്. ഇവിടെ രാഗം തിയേറ്ററിൽ തന്നെ ഒരാഴ്ചത്തെ ടിക്കറ്റ് ഫുള്ളായിരിക്കുകയാണ്. ടിക്കറ്റ് കിട്ടാനില്ല ഇവിടെ. അപ്പം നിസ്സാരമായിട്ട് 200 സംതിങ് നേടിയെടുക്കാൻ സാധിക്കുന്ന പറയണത് അല്ലേ? നിസ്സാരമായിട്ടെന്ന് പറഞ്ഞാൽ ആ ഇറക്കിയ മുതൽ ഒരു 2 ആഴ്ചക്കുള്ളിൽ ആ ഇറക്കിയ മുതൽ തിരിച്ചെടുക്കാൻ പറ്റും. വേൾഡ് വൈഡ് റിലീസ് ആയതുകൊണ്ട്. ഓക്കെ, പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങാൻ പോകുന്ന ഈ ഒരു ബ്രഹ്മാണ്ഡ സിനിമ എമ്പുരാൻ എന്ന് പറയുന്നത് മലയാളത്തിൻ്റെ സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുമോ? തീർച്ചയായിട്ടും മോശമായ മാറ്റം എന്ന് പറയാനില്ല. നമ്മളത് കണ്ടന്നെ അറിയണം. കാരണം വെച്ചാൽ ഇപ്പം നിൽക്കുന്നത് എല്ലാവരുടെയും സംസാരം എമ്പുരാൻ സിനിമ കാണാമെന്നൊരു ടെൻഡൻസിലാണ് പോകുന്നത്. കാരണം ഇതിൻ്റെ അടുത്ത പാർട്ട് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷയിൽ ആകാംക്ഷയാണ് അവിടെ കൊണ്ട് നിർത്തുന്ന ഒരു പൊസിഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ ഇത് എവിടെ എത്തുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ലെവലിലെ പടം പോകുന്നത്. ഇപ്പോൾ തന്നെ പടം വിജയിച്ചു. പിന്നെ തൊട്ട ദിവസം ടിക്കറ്റ് ബുക്കിംഗ് കൊണ്ട് തന്നെ പടം വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ, കാലത്ത് 9:30 തൃശ്ശൂർ രാഗത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആ ഒരു അവസ്ഥ, അതായത് ഒരുപാട് യൂത്ത് ഫാൻസാണ് വന്ന് കയറിയേക്കണമെന്നുള്ളതാണ് പല വീഡിയോകളിലൂടെ നമ്മൾ കണ്ടുവരുന്നത്. മോഹൻലാലിൻ്റെ, അതായത് ലാലേട്ടൻ്റെ പഴയ ഫാൻസുകാർ ഇപ്പോഴും തിയേറ്ററിലേക്ക് എത്തിയിട്ടില്ല. എന്താണ് അതിൻ്റെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നത്? ലാലേട്ടൻ എന്നൊരു വ്യക്തി പ്രഭാവമാണ്. കാരണം ലാലേട്ടനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഏത് തലമുറക്കാരനും ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ലാലേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി. അദ്ദേഹത്തിനെ കാണാൻ ഇന്ന് പെൺകുട്ടികളടക്കാണ് ഇവിടെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തിക്കും തിരക്കും. ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് മാത്രം അറിയാം. കൗണ്ടറൊക്കെ ചാടി മറിഞ്ഞിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ കണ്ടു. ലേഡീസ് ഒരുപാട് കയറി വരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും. കാരണം ലാലേട്ടൻ ആരാധന ചിന്തിക്കാൻ പറ്റില്ല എന്ന് അല്ല പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു എക്സാം ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. സ്റ്റുഡൻസിന് പലർക്കും ആ എക്സാമിന് പോലും മറികടന്നിട്ട് കുട്ടികൾ അതിലേക്ക് ഇറങ്ങിത്തരാ. ഇന്ന് 5 ഇവിടെ പുലർച്ചെ 4 മണിയോട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ്. പലർക്കും ടിക്കറ്റ് കിട്ടാതെ പോയിട്ടുണ്ട്. ഇവിടെ ഒരു വന്നിട്ടുള്ള ഒരു 3/4 ഭാഗം ആൾക്കാർ ടിക്കറ്റ് കിട്ടിയില്ല. ഓക്കെ, തൃശ്ശൂർ രാഗം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഫാൻസ് ഉള്ള ഒരു സിനിമ തിയേറ്ററാണ് തൃശ്ശൂർ രാഗം എന്ന് പറയുന്നത്. കേരളത്തിലെ അറിയപ്പെടുന്ന 70mm എന്നൊരു അറിയപ്പെടുന്ന സംഭവമാണ്. ഇന്നു മുതലല്ല, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള തിയേറ്ററാണ് രാഗം എന്ന സിനിമ തിയേറ്റർ. വെറുതെ ഒരു സിനിമ തിയേറ്റർ അല്ല, ഒരു രാജകൊട്ടാരം തന്നെയാണ് അല്ലേ? ആ തൃശ്ശൂരിൻ്റെ രാഗത്തിൻ്റെ റിംഗ് ട്യൂണായിട്ട് മൊബൈലുകളിൽ ഒരു കാലഘട്ടത്തിൽ എല്ലാവരുടെയും സെറ്റിൽ ആ റിംഗ് ട്യൂണായിരുന്നു. തൃശ്ശൂരിൻ്റെ രാഗത്തിൻ്റെ കർട്ടൻ പൊന്തിക്കുമ്പോഴുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലരുടെയും മൊബൈൽ കാണാം. അതാണ് എൻ്റെ രാഗത്തിൻ്റെ വൈബ് എന്ന് പറയുന്നത്. രാഗത്തിന് അത്രയും ഫാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഈ ഒരു സിനിമ വലിയൊരു ഹിറ്റ് തന്നെയാണ് അടിക്കാൻ പോകുന്നത് അല്ലേ? ഈ ലാലേട്ടൻ്റെ ഈ പിക്ചർ വരുന്നതോടുകൂടി തന്നെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നമ്മൾ വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോവാണ്. ബോളിവുഡ് ലെവല് ആ ലെവലിലേക്ക് എത്തിപ്പെടുന്ന ഒരു മേഖലയ്ക്ക് പോവാണ്. ഓക്കെ, ഇനിയിപ്പോൾ സിനിമ കാണാനുള്ള എല്ലാ ഒരു വെയിറ്റിംഗ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മൾ ഫസ്റ്റ് ഷോനെ കാണാനുള്ള, അതും രാഗത്തിൽ തന്നെ കാണാനാണ് ഞാൻ ടിക്കറ്റ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.